ഹായ് ഹലോ വിബൂസ് വൈബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഞാൻ ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് കുറച്ച് ഗിഫ്റ്റ്സുകളുടെ അൺബോക്സിംഗ് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരുന്ന നവംബർ 19 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. ഞങ്ങൾക്കൊരു ഗുരുവായൂർ ട്രിപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയതൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങള് ഈ ട്രിപ്പുമായിട്ട് ബേസ് ചെയ്തുള്ള ഗിഫ്റ്റ്സ് ആണ് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിസ്ത എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അതിലാണ് ഞാൻ ഈ വർക്ക് കാണുന്നത് കേട്ടോ. അപ്പോ ഈ വർക്ക് ചെയ്ത ആളുടെ പേര് നമിത എന്നാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ വർക്കല്ല, ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ പുള്ളിക്കാരി ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഒരു ഭരതനാട്യം ബേസ് ചെയ്തുള്ള ഒരു വർക്കായിരുന്നു കേട്ടോ. ഭരതനാട്യത്തിന് അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടി വർക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇങ്ങനെ കാലില് ചെലങ്കയൊക്കെ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയുടെ മുദ്രയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കത് കണ്ട സമയം തൊട്ട് അവരെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് തോന്നി ചെയ്യിപ്പിച്ചതാണിത്. ഞാൻ പറഞ്ഞു കൊടുത്ത അതേ വർക്കാണ് എനിക്ക് ചെയ്തു തന്നത് കേട്ടോ. അതിൽ നിന്ന് ഭംഗിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാന് ഈ കൃഷ്ണനും രാധയും ചേർന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കാ ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരി എനിക്ക് ചെയ്തു തന്നപ്പോ രാധാകൃഷ്ണ ഹാൻഡ് ആണ് ചെയ്തു തന്നത് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒട്ടും ഞാൻ വിചാരിച്ചില്ല. ഞാൻ കരുതിയത് ഈ ഫേസ് വെച്ചിട്ട് രാധാകൃഷ്ണ ഫേസ് വെച്ചിട്ടാ ചെയ്യുമെന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷെ എനിക്കത് ഇങ്ങനെയാണ് പുള്ളിക്കാരത്തി ചെയ്തു തന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കണ്ടോ, രാധാകൃഷ്ണ ഹാൻഡിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലവർ ലീഫ് ഒക്കെ വെച്ചിട്ടൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലോട്ടസ് വർക്കൊക്കെയാ ചെയ്തേക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എനിക്ക് പറയാൻ വാക്കുകൾ പോലും ഇല്ല, അത്രയ്ക്കും ഭംഗിയായിട്ടുണ്ട്. പിന്നെ എനിക്കായാലും ഹസ്ബൻഡിനായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഹസ്ബൻഡിന്റെ വക വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് എനിക്കുള്ളത്. അപ്പം ഹസ്ബൻഡ് പറയാത്തൊരു കാര്യം ഞാൻ ചെയ്തു കേട്ടോ. വേറൊന്നല്ല, അതില് പേര് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് വെച്ചു. വിപിൻ സോണിയ പേര് വെച്ചു. പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. 19/11/2021 എന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ സാരിയുടെ ടോപ്പ് പോർഷനും എൻ പോർഷനും എല്ലാം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കൈ, ഓടക്കുഴല് അങ്ങനെയാ വെച്ചേക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഹസ്ബൻഡ് ഇത് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ പുള്ളി ചെയ്തു തരുന്ന വർക്ക് അതിൽ നിന്ന് ഭംഗിയായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു. എനിക്കൊരു സാരിയാണ് വർക്ക് ചെയ്ത് തരാനായിട്ടൊരു ആഗ്രഹം. അപ്പോ നിനക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ നമ്മൾ ഗുരുവായൂർ പോകുമല്ലോ, അപ്പം രാധാകൃഷ്ണ ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ പുള്ളിയുടെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. എനിക്ക് ഒരുപാട് 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 ഇഷ്ടമായി. ഞങ്ങളുടെ ഈ 2 വർഷം, അതായത് കല്യാണം കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങളുടെ 3ാമത്തെ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾക്ക് 2 വർഷവും ചില കാരണങ്ങളാൽ എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് വാവയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളായിരുന്നു. അതിനൊക്കെ ശേഷം ഈ വർഷമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ വാവയുടെ കൂടെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കാൻ പോകുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ കരുതി ഹസ്ബൻഡിനും വാവയ്ക്കും കൂടി ജുബയും മുണ്ടും എടുക്കാമെന്ന് കേട്ടോ. ഹസ്ബൻഡിനെയും കൊണ്ട് ഫസ്റ്റ് ദിവസം സെലക്ട് ചെയ്യാൻ പോയിട്ട് രാവിലെ മുതൽ ഉച്ച വരെ അവിടെ ആ ഷോപ്പിനകത്ത് നിന്നു എന്നല്ലാതെ ഹസ്ബൻഡിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഹസ്ബൻഡിന് ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഹസ്ബൻഡിനെ കൊണ്ട് വരണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോയി സെലക്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ പിന്നീട് ഒരു ദിവസം പോയി സെലക്ട് ചെയ്തു. എൻ്റെ വാവയ്ക്കും ഹസ്ബൻഡിനും വേണ്ടി സെലക്ട് ചെയ്തതാണ് ഈ കാണുന്ന ഗ്രീൻ കളർ ജുബയും ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമായോ? അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചേക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഞാൻ ഗുരുവായൂർ എത്തിയിട്ടേ അത് കാണിക്കത്തുള്ളൂ. എനിക്ക് നമ്മള് 18ന് ഇവിടുന്ന് തിരിച്ചിട്ട്
18th നൈറ്റ് ആവുമ്പോഴേക്കും ഗുരുവായൂർ എത്തും. പിന്നെ 19th മോർണിംഗ് ആണ് ഞങ്ങള് അമ്പലത്തിലേക്ക് കയറുന്നത്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് ഈ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. ബാക്കി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്കിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സജഷൻസ് ഒക്കെ ചോദിച്ചേ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇത് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചൊരു ഗിഫ്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാട്ടോ എന്താന്ന്. ഞാന് പ്രിന്റിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ ഒരു മാജിക്കൽ മിറർ വർക്ക് ചെയ്യിപ്പിച്ചത്. നമ്മുടെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്താൽ അവർ കസ്റ്റമൈസ് ചെയ്ത് ഇങ്ങനെ ഒരു മിറർ, അതൊരു ദീപാവലി ഓഫർ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ 3 വർഷമായിട്ട് അവരുടെ കസ്റ്റമർ ആണ് കേട്ടോ. അപ്പൊ എന്ത് ഓഫേഴ്സ് വന്നാലും എനിക്ക് അറിയാൻ പറ്റും അവരെന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ. ഇത്രയും വർഷം ചെയ്യിപ്പിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വർക്ക് ഇതാണ്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വർക്ക്. കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ച വർക്കാണിത്. ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് എനിക്ക്. അപ്പോ പുള്ളി അറിയാതെ എനിക്ക് ഗുരുവായൂർ കൊണ്ടുവന്ന് വേണം ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോ ഇത് വരുന്ന ദിവസം ഒരു കള്ളത്തരമൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ആളെ ഞാൻ ഇച്ചിരി ദൂരത്തൊക്കെ നിർത്തി ഒക്കെയായി ഇത് കയ്യിൽ വാങ്ങിയത്. കാര്യം അത്രയ്ക്ക് എനിക്ക് ആഗ്രഹമായിരുന്നു പുള്ളി അത് കാണാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതെനിക്ക് തരുന്ന ഒരു ടൈമില് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കരുതിയെന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് എനിക്ക് സാരിയൊക്കെ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി സാരി മാത്രമാണ് പുള്ളി എനിക്ക് ഇപ്രാവശ്യം വർക്ക് ചെയ്ത് തന്നു, അതായിരിക്കാം ഗിഫ്റ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഇതെന്റെ കയ്യിൽ കിട്ടുമ്പോ സംഭവം ഇത് എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് കയ്യിൽ എടുത്തിട്ട് എന്താന്ന് വരെ ഞാൻ ചോദിച്ചു. ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതൊരു സെൽഫി സ്റ്റിക്ക് ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ പോലും എനിക്ക് ഇത് മനസ്സിലായില്ല സംഗതി എന്തുവാന്ന്. ഈ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ഒരു ഇതിൽ എഴുതിയേക്കുന്നത് വായിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് എന്താന്നുള്ളത്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഒരു പിടിയും ഇല്ല. ഇതെല്ലാം ഹസ്ബൻഡ് പറഞ്ഞു തന്നാലേ എനിക്കറിയാവൂ. അതിന്റെ കാറ്റലോഗ് ഒക്കെ ഉണ്ട്. സംഭവം ഒരു അഡാപ്റ്റർ ഉണ്ട്. ഇതാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാനിതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത്രയാണ് ഞാൻ അൺബോക്സിംഗ് ആയിട്ട് കാണിക്കുന്നത്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. ആമസോണിൽ നിന്നാണ് കേട്ടോ ഹസ്ബൻഡ് വരുത്തിയിരിക്കുന്നത്. ആമസോണിൽ നിന്നാണ് വരുത്തിയിട്ടുള്ളത്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.